ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയസ് ലോനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയസ് ലോ? ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തെ ആംബിയസ് ലോ അത് റിയലായിട്ട് ഒബേ ചെയ്യുന്നില്ല ചില കാര്യങ്ങളിൽ. അതായത് ടൈം വാരിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ നമ്മുടെ ആംബിയസ് ലോ കറക്റ്റായിട്ട് ഒബേ ചെയ്യുന്നില്ല. ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, ആംബിയറിൻ്റെ ലോയിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്, എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണല്ലേ നമ്മൾ ആംബിയസ് ലോ. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ. ഇതാണ് ആംബിയസ് ലോ. ആംബിയസ് ലോ ബട്ട് ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എനി വെക്റ്റർ ഈസ് ഐഡൻറ്റിക്കലി സീറോ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി. അതായത് ഡൈവേർജൻസ് ഓഫ് കേൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ചുരുളയുള്ള എന്താണ് കേളി ഏരിയയാണ്. അതിന് ഡൈവേർജൻസ് ഉണ്ടാവില്ല. അതിൻ്റെ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അതായത് ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി പോകുന്നത് എന്താണ്, നമ്മുടെ ഒരു പോയിൻ്റിൽ നിന്ന് കുറേ സ്ഥലത്തേക്ക് ഡയറക്ഷനിലേക്ക് ലൈറ്റ് ഒരു റേസൊക്കെ പോകുന്നത് പോലെ അങ്ങനെ ഡൈവേർജൻ്റ് ചെയ്ത് പോകുന്ന കുറേ റേസ്. അപ്പോൾ ഡൈവേർജൻസ് ഓഫ് ദാറ്റ് കേൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുണ്ട് കൂടുന്നതാണ്. അപ്പോൾ അതെന്താണ്, ഡൈവേർജൻസ് ഓഫ് കേൾ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. കേളിന് ഡൈവേർജൻസ് ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് സീറോ ആണ്. നമ്മൾ ആദ്യം പ്രിൻസിപ്പിൾ പോലെ പറഞ്ഞതാണ്. അപ്പോൾ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു സീറോ ആവണം. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു സീറോ ആവണം. അപ്പോൾ എന്തായിരിക്കണം, ഇവിടെ ഡെൽ ഡോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലും ഡെൽ ഡോട്ട് എടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെയും ഡെൽ ഡോട്ട് എടുത്തു. അപ്പോൾ ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അതായത് ഡെൽ ഡോട്ട് ജെ സീറോ ആയിരിക്കണം. പക്ഷേ എന്തുണ്ട്, നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ടല്ലേ, കണ്ടിന്യൂറ്റി ഓഫ് കറണ്ട് അനുസരിച്ചിട്ട് ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു മൈനസ് റോ വി ബൈ ഡോട്ട് ടി ആണ്. റോ വി ബൈ ഡോട്ട് ടി നമ്മളെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓർമ്മയില്ലേ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഡെൽ ഡോട്ട് ജെക്ക് ഒരു വാല്യൂ ഉണ്ട്, മൈനസ് റോ വി ബൈ ഡോട്ട് ടി. അതായത് ചാർജിൻ്റെ ഡിഫറൻഷ്യലാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഒബിയസ്ലി ദ ടൈം വാരിങ് കണ്ടീഷൻസ്, അതായത് ഇക്വേഷൻസ് ടൈം വാരിങ് കണ്ടീഷൻസിലാവുമ്പോൾ, അതായത് എന്തായാലും ഡോ വി ബൈ ഡോ ടി സീറോ ആവില്ല. ആ സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഡെൽ ഡോട്ട് ജെ സീറോ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്താവണം, ഡെൽ ക്രോസ് എച്ച് എന്തായാലും സീറോ ആയേ പറ്റുള്ളൂ. ഡെൽ ക്രോസ് എച്ച് എന്തായാലും സീറോ ആയേ പറ്റുള്ളൂ. ആ സീറോ ആവാനുള്ള ഒരു ചാൻസ് എന്താണ്, അതുപോലെ തന്നെ ഒരു ജെ ഡി എന്ന് പറഞ്ഞൊരു കോമ്പണൻ്റ് ഉണ്ടാവുക. വേർ ജെ ഡി ഈസ് ഡിറ്റർമിൻഡ് ആൻഡ് ഡിഫൈൻഡ് അഗെയിൻ ദ ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്റ്റർ. നമുക്ക് ജെ ഡി എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി എടുത്തു, ഒരു ക്വാണ്ടിറ്റിയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു നമ്മൾ ജെൻ്റെ കൂടെ. ഇൻകൺസിസ്റ്റൻസി പോകാനായി. ഇതാണ് ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയസ് ലോ എന്ന് പറയുന്നത്. അതായത് ഡെൽ ക്രോസ് എച്ച് സീറോ ആവുന്നില്ല ഇൻ ദ കേസ് ഓഫ് ടൈം വാരിങ് ഫീൽഡ്. അപ്പോൾ നമ്മൾ ജെ ഡി എടുത്തു, ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് ജെ ഡി എന്നെടുത്തു. അപ്പോൾ ഈ സമ്മേഷൻ എന്താവാം, സീറോ ആവാം. ഏത് കേസിൽ, പ്ലസ് ജെ ഡി ഡെൽ ഡോട്ട് ജെ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു റോ വി ബൈ ഡോ ടി. ഇനി എന്താണ്, ഡെൽ ഡോട്ട് ജെ ഡി എന്ന് പറയുന്നത് റോ വി ബൈ ഡോ ടി ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് ജെ മൈനസ് ജെ ആയിക്കഴിഞ്ഞാൽ സീറോ ആവുള്ളൂ. ഇത് ഡെൽ ഡോട്ട് ജെ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ ആയിക്കഴിഞ്ഞാൽ എന്ത് ആവുള്ളൂ, നമ്മുടെ ഡെൽ ക്രോസ് എച്ച് സീറോ ആവുള്ളൂ അല്ലേ. അപ്പോൾ ഈ റോ വി ബൈ ഡോ ടിക്ക് നമ്മൾ റോ വിക്ക് ഒരു ടേം പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി എന്ന് പഠിച്ചു നമ്മൾ ഗോസ് ലോ. അപ്പോൾ ആ ടേം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റോ വി ബൈ ഡോ ടി എന്നുള്ളതിനെ ഡെൽ ഡോട്ട് ഡി ബൈ ഡോ ടി എന്ന് എഴുതാം. ഇത് ഈക്വൽ ടു ഇതാണല്ലേ, ഇത് ഈക്വൽ ടു ഇതാണ്. എങ്ങനെയാണ് ആദ്യം നമ്മൾ എടുത്തത്, ഇത് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റൂ, സീറോ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് മൈനസ് ഡെൽ ഡോട്ട് ജെ എടുത്തു. മൈനസ് ഡെൽ ഡോട്ട് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ വി ബൈ ഡോ ടി ആണ്. ഇവിടെയുള്ള മൈനസ് പോയി. ഇനി റോ വിക്ക് പകരം നമ്മൾ ഡെൽ ഡോട്ട് ഡി എന്ന് എഴുതി, ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി ബൈ ഡോ ടി.
അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു ഇതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജെ ഡി ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. ജെ ഡി ഈസ് ഈക്വൽ ടു ഈ ഡോ ഡി ബൈ ഡോ ടി. അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംബിയസ് ലോയിൽ ഒരു കറക്ഷൻ വരുത്തി ഇൻ ദ കേസ് ഓഫ് ടൈം വാരിയിങ് ഫീൽഡ്. ടൈം വാരിയിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ, എന്താണ് ടൈം വാരിയിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ടൈം വാരിയിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിനനുസരിച്ചിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനൊക്കെ ഒരു വാല്യൂയേ ഉള്ളൂ അല്ലേ? ഇലക്ട്രിക് ഫീൽഡിന് ഇപ്പോൾ 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത്രയും വാല്യൂ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു 10 എന്ന് പറഞ്ഞാൽ 10. പക്ഷേ അങ്ങനെയല്ല. ഇനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ടൈമിനനുസരിച്ചിട്ട് വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 2 3 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടൈമിനനുസരിച്ച് ഓരോ ടൈമിലും അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെയുള്ളതിനെയാണ് ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ടൈം വാരിയിങ് ഫീൽഡിൻ്റെ കേസിലാണ് നമ്മൾ ഇതെടുക്കുന്നത്, അതായത് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എടുക്കുന്നത്. ഇവിടെ ഡോ ടി എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ടൈമാണ്. ഡിഫറൻഷ്യൽ ഇൻ ദ കേസ് ഓഫ് ടൈം, അതായത് അത് എന്താണ് വാരിയേഷൻ 0 ആണെങ്കിൽ ഈ ടേം എന്തായിരിക്കും? 0 ആയിട്ട് പോകും. ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഈ ടേം ഓൾറെഡി 0 ആയിട്ട് പോകും. നമ്മൾ ആംബിയസിലോ പഴയത് തന്നെ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ ആയിരിക്കും. ഇനി ടൈം വാരിയിങ് ഫീൽഡിൻ്റെ കേസിൽ നമ്മൾ ആംബിയസിലോ ഇങ്ങനെയായിട്ട് മാറും. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റിനെ പറ്റി പറഞ്ഞു അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റിയാണ് നമ്മൾ ഇവിടെ ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയസ് ലോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേം, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടേം. അതായത് ഇൻസേർഷൻ ഓഫ് ജെ ഡി ഇൻറ്റു ദി ഇക്വേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ, അതായത് ജെ ഡെൽ ക്രോസ് എച്ചിൻ്റെ ആംബിയസ് ലോൻ്റെ ഇക്വേഷൻ വാസ് വൺ ഓഫ് ദി മേജർ കോൺട്രിബ്യൂഷൻസ് ഓഫ് മാക്സ്വെൽ. അതാണ് മാക്സ്വെല്ലിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ. ആൻഡ് മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് മാക്സ്വെൽ ഈ ആംബിയറിൻ്റെ ലോ കുറച്ച് കറക്റ്റ് ചെയ്തിട്ട് ടൈം വാരിയിങ് ഫീൽഡിൻ്റെ കേസിൽ കുറച്ച് കറക്റ്റ് ചെയ്തിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ വിത്തൗട്ട് ദ ടേം ജെ ഡി ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ വുഡ് ബി ഇമ്പോസിബിൾ. അതായത് ഈ ജെ ഡി എന്ന് പറഞ്ഞ ടേം ഇല്ലാതെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതിനൊരു ഡെഫിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ലായിരുന്നു. അറ്റ് ലോ ഫ്രീക്വൻസീസ് ജെ ഡി യൂഷ്വലി നെഗ്ലക്റ്റഡ് കമ്പയർഡ് വിത്ത് J. However, at radio frequencies, the two terms are comparable. Low frequencyയിൽ എന്തുണ്ടാവില്ല? ലോ ഫ്രീക്വൻസിയിൽ ഈ ജെ ഡി എന്ന് പറഞ്ഞ ടേം അത്ര വലിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല, സ്മോളാണ്. പക്ഷേ അത് റേഡിയോ ഫ്രീക്വൻസീസിൽ ഇത് കമ്പാരബിൾ ടു ജെ ആണ്. ഇനി അറ്റ് ദ ടൈം ഓഫ് മാക്സ്വെൽ ഹൈ ഫ്രീക്വൻസി സോഴ്സ് വെർ നോട്ട് അവൈലബിൾ. മാക്സ്വെല്ലാണിത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. ഇങ്ങനൊരു സാധനം ഉണ്ട്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ട്. ആ സാധനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആംബിയർ പറയുന്ന പോലെ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയൊക്കെ നമ്മളെ മാക്സ്വെൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം മാക്സ്വെല്ലിൻ്റെ കാലഘട്ടത്തിൽ ഹൈ ഫ്രീക്വൻസി സോഴ്സൊക്കെ കുറവായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഹൈ ഫ്രീക്വൻസി സോഴ്സൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത്. അത് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ ജനറേറ്റിംഗ് ആൻഡ് ഡിറ്റക്റ്റിംഗ് റേഡിയോ വേവ്സ് ദെർബൈ വെരിഫൈങ് ദി ഇക്വേഷൻ. അദ്ദേഹം റേഡിയോ വേവ്സ് ജനറേറ്റ് ചെയ്യുകയും ഡിറ്റക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ ഇക്വേഷൻ അദ്ദേഹത്തിന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സ്വെല്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ആണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അങ്ങനെ സോഴ്സൊന്നും അവൈലബിൾ അല്ലാത്ത കാലത്ത് തന്നെ, ഹൈ ഫ്രീക്വൻസി സോഴ്സൊന്നും ഇല്ലാത്ത കാലത്തിൽ തന്നെ മാക്സ്വെൽ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? അവിടെ ഒരു കറണ്ടിൻ്റെ കോമ്പണൻറ്റും കൂടി ഉണ്ട്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു കറണ്ട് കോമ്പണൻറ്റും കൂടി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ആംബിയസ് ലോ പറയുന്നതിനകത്ത് നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ആ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാൻ കാരണം അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്യാത്തതാണ് എന്നാണ് മാക്സ്വെൽ പറഞ്ഞത്. ഇതെന്തിൻ്റെ കേസിലാണ് വാലിഡ് ആയിട്ടുള്ളത്? ടൈം വാരിയിങ് ഫീൽഡിൻ്റെ കേസിൽ മാത്രമാണ്
വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്, അത് എന്താണെന്ന് നോക്കാൻ തുടങ്ങി. ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് തിയററ്റിക്കലായിരുന്നു അല്ലേ. ഇനി നമുക്ക് അത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ കേസിലുള്ളത് നോക്കാം. ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പിൻ്റെ കേസിൽ ഒരു ടൈം വാരിങ് സോഴ്സ് ഉണ്ട്. ആ സോഴ്സിൻ്റെ ആ ലൂപ്പിലൊരു കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഇടയിലേക്ക് കൂടി ചാർജ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ആ ഒരു പോർഷനിലും കൂടി എന്തുണ്ട്? ആ ഒരു പോർഷനിൽ നമുക്ക് ഒരു കറണ്ട് ഉണ്ട്. അത് ആ പ്ലേറ്റിൽ നിന്ന് ഒരു പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും ഡിപ്ലീറ്റഡ് ആയിട്ട് ചാർജ് നിൽക്കുന്നില്ലേ, അതിൽ കൂടിയുള്ള ഇതിൻ്റെ കറണ്ടിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് I മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഈ ഒരു സർഫസ്, ഒരു ബലൂൺ ഷേപ്ഡ് സർഫസ് എടുക്കുമ്പോൾ നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. 2 സർഫസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഷോയിങ് നീഡ് ഫോർ JD ഇൻ ആംബിയർ സർക്യൂട്ട് ലോ. അതായത് ഇങ്ങനെയൊരു സർഫസ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ JD കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ടോട്ടൽ കറണ്ട് I ആണ്. നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ടോട്ടൽ കറണ്ട് I 0 ആയി കിട്ടും. 0 ആവണമെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള കറണ്ടും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് നമ്മളെ ലൂപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ആ ഒരു കപ്പാസിറ്ററിന് ഇടയിലുള്ള ഒരു സ്മോൾ പോർഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമേ ആ ലൂപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. ആ ലൂപ്പിൽ ഫുൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 0 കിട്ടേണ്ടത്. അപ്പോൾ ആ ലൂപ്പിൻ്റെ ഔട്ട്സൈഡിലേക്ക് കൂടി, അതായത് കപ്പാസിറ്ററിൻ്റെ ഔട്ട്സൈഡിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു ദ കറണ്ട് ഡിസ്പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദീസ് പ്ലേറ്റ്സ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ചാർജസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ബാക്കി ലൂപ്പിനുള്ളിൽ കൂടി സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ടിന് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി വി ഡിഫൈൻ ദി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ID ഈസ് ഈക്വൽ ടു ഓപ്പൺ സർഫസ് ഇൻ്റഗ്രൽ JD.ds ഈസ് ഈക്വൽ ടു ∂D/dt.ds. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്തായാലും ചോദിക്കും. ഒന്നിക്കൽ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, അല്ലെ 1 വേർഡ് ആയിട്ട് ചോദിക്കും. എന്താണ് ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയേഴ്സ് ലോ എന്നും ചോദിക്കാറുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതണം എല്ലാവരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ അത്ര കാര്യമൊന്നുമില്ല. പക്ഷേ അറ്റ് റേഡിയോ ഫ്രീക്വൻസീസിൽ, അതായത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുള്ള കേസിൽ റേഡിയോ ഫ്രീക്വൻസിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ റോള് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അതാണ് മാക്സ്വെൽ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി വരക്കാൻ എളുപ്പമുള്ളൊരു ഫിഗറാണ്. ഈ ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള തന്നെയാണ്, പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ശരിക്കും കാണാം ഇത്രയും ലൂപ്പിൻ്റെ പോർഷൻ I ഇതിലേക്ക് കൂടിയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പോർഷനിലേക്ക് കൂടി I കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പോർഷനും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് del cross H is equal to 0 എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ചിത്രം കൂടി ഒന്ന് വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ദ filamentary conductor forms a loop connecting two plates of parallel plate capacitor. A time varying magnetic field inside the closed path produce an EMF of V cos omega t around the closed path. The conduction current I is equal to the displacement current between the capacitor plates. അതായത് കണ്ടക്ഷൻ കറണ്ട് I എന്ന് പറഞ്ഞാൽ is equal to displacement current between the capacitor എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ടൈം വാരിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ അതൊരു
ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. അതൊരു ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്തും ഉണ്ടാവും, ഇവിടെ ഒരു കറണ്ട്, ഒരു EMF ഉണ്ടാവും, ഒരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ ആ കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാത്തിലേക്ക് കൂടിയാണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ കപ്പാസിറ്റൻസ് എന്താണ്, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണം അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കറണ്ട് ഫ്ലോനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഔട്ട്സൈഡ് ഫ്ലോ ചെയ്യുന്ന അതിന് ഈക്വലൻ്റ് ആയിട്ട് ഇൻസൈഡിൽ ഒരു ചേഞ്ച് ഉണ്ട്, ഒരു കറണ്ട് ഫ്ലോ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ട്. അതിനെയാണ്, ആ ചേഞ്ചിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ചാർജിങ് നടക്കുന്നുണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ആ ടേമിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി, ഈ ഫിഗറും കൂടി അതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്യണേ. നിങ്ങൾ നേരത്തെ കാര്യത്തിൻ്റെ കൂടെ ഈ ഫിഗറും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന് എഴുതാൻ പറ്റുന്ന കുറേ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 5 മാർക്സിൽ ചോദിക്കുകയാണെങ്കിൽ, അല്ലെ 8 മാർക്സിനൊക്കെ ചോദിക്കുകയാണ്, മാക്സിമം അത്രയേ പോകും, അത്രയേ ചോദിക്കുകയാണെങ്കിൽ ആ ഡെറിവേഷൻ കൂടി ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയസ് ലോ മുതൽ അങ്ങ് എഴുതി കൊണ്ടുപോവുക. ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയസ് ലോ, അത് കഴിഞ്ഞ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യവും ആ കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റേഡിയോ ഫ്രീക്വൻസിയിൽ വാല്യൂ എന്താണ് ഇതിനെ കൺസിഡർ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.